ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈവനിങ് റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ അസർ നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും ഒരേ റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഖുർആൻ ഓതാൻ ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ അസർ നിസ്കാര ശേഷം ഫതഹ് സൂറത്താണ് ഞാൻ ഓതുന്നത്. നിസ്കാരവും ദിക്റും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ നല്ല കാടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വാപ്പ വൃത്തിയാക്കുന്നതാണ് കണ്ടത്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ ചെടികളെയൊക്കെ നോക്കാൻ പോയി. അധികം ചെടികളൊന്നുമില്ല ഇവിടെ. ഇതൊക്കെ ഉമ്മ നട്ടതാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്ത് ചെടിയാണെന്ന് പോലും എനിക്കറിയില്ല. വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ മഴവെള്ളം പിടിച്ച് വയ്ക്കാറുണ്ട്, ഇതുപോലെ ചെടികൾക്കൊക്കെ ഒഴിക്കാൻ വേണ്ടി. അങ്ങനെ ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ചെടികൾക്കൊക്കെ ഒഴിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സുന്ദരി ചെടിയുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല ആ ചെടി അങ്ങനെ വിളിക്കുന്നത്, കാരണം അത് എപ്പോഴും പൂവിടാറുണ്ട്. ഈ ചെടികളെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടിയിലെ ഇത് വാപ്പ കൊണ്ട് നട്ടതാണ് കേട്ടോ. ഇത് കാട്ടിലേക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ട് നല്ല ഭംഗി തോന്നി. അങ്ങനെ പിന്നെ അതിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതാണ് നമ്മുടെ സുന്ദരി ചെടി. എപ്പോഴും പൂവിടാറുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ചെടിയിലെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും സൈഡിലും എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം അടിക്കാമെന്ന് കരുതി. ആഴ്ചയിൽ ഒരിക്കലൊക്കെ അടിക്കേണ്ടി വരാറുള്ളൂ, കാരണം ഇവിടെ മരങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും മുറ്റം അടിക്കേണ്ട ആവശ്യം വരാറില്ല. മുറ്റം അടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കണ്ടിട്ടു. ഈ ചെടിയില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ മുൻപുണ്ടായിരുന്ന ചെടിയായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ കരുതി അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. എന്തായാലും പുഴുതെടുത്താൽ അത് പിന്നെ കിട്ടത്തില്ല എന്ന് തോന്നി. അങ്ങനെ ഈ സൈഡിലെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് അടിച്ചു വാരിയാൽ അടുത്ത ദിവസമായിരിക്കും ബാക്ക് സൈഡ് അടിച്ചു വാരുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു. പിന്നെ ചവറുള്ളതനുസരിച്ചാണ് നമ്മളിപ്പോൾ അടിച്ചു വാരാറുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വീട്ടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് നടക്കാവുന്ന അത്ര ഇടമേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ വന്നിട്ടിപ്പോൾ 1 മാസത്തോളം ആവും. സത്യം പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ വൃത്തിയാക്കാൻ ഇത്രയും വൈകിപ്പോയത്. അങ്ങനെ പിന്നെ ഇവിടെയും അടിച്ചു വാരി. ഇതിൻ്റെ ഇടയിൽ മോനും എന്നോടൊപ്പം ഉണ്ട് കേട്ടോ. എന്ത് ജോലി ചെയ്യുമ്പോഴും അവനും അതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യണ്ട എന്നൊന്നും പറയാറില്ല. കണ്ടില്ലേ, ഒരാൾക്ക് നിൽക്കാവുന്ന അത്ര ഇടമേ ഉള്ളൂ. ഇവിടെ നിന്ന് അടിച്ചു വാരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിനി ഉപയോഗം ഉണ്ടാവുമോയെന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്തോ തുടയ്ക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ. കുറച്ചായി ഇവിടെ കിടക്കുന്നു. എന്നും വൃത്തിയാക്കണമെന്ന് കരുതും, പക്ഷേ സമയക്കുറവ് കൊണ്ട് വൃത്തിയാക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. ഈ ഡിഷിലിരിക്കുന്ന മണ്ണുണ്ടോ, ഇത് ഒത്തിരി നാളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്തോ പാകാൻ വേണ്ടി കൊണ്ടുവച്ചതായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ ടയറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കളയാൻ വേണ്ടി ഞാൻ കാണിച്ചതാണത്. കണ്ടില്ലേ, മോൻ എല്ലാത്തിനും എന്നോടൊപ്പം ഉണ്ട്. അങ്ങനെ പിന്നെ ഈ സൈഡും വൃത്തിയാക്കി. ഇനി ഫ്രണ്ട് സൈഡും കാർ പോർച്ചും ഉണ്ട് കേട്ടോ വൃത്തിയാക്കാൻ. അങ്ങനെ പിന്നെ കാർ പോർച്ചൊക്കെ വൃത്തിയാക്കി. അവിടെയൊന്നും അധികം ചവറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞു. ഈ ഫ്രണ്ട് സൈഡും കൂടി ഉണ്ട് കേട്ടോ അടിച്ചു വാരാൻ. അങ്ങനെ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ അടിച്ചു വാരൽ പരിപാടി കഴിയും. ഇതെല്ലാം കൊണ്ടിട്ട് ബാക്ക് സൈഡിലാണ് കേട്ടോ കത്തിക്കുന്നത് ഞങ്ങൾ. എല്ലാം കത്തിക്കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കിടത്തിയത് ശേഷമേ ഞാൻ വീടിനകത്തേക്ക് കയറാറുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും. ഒന്നുമില്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ ദിക്റോ സ്വലാത്തോ അങ്ങനെ എന്തെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. ഇത് ഉമ്മയുടെ ചെടിയാണ് കേട്ടോ. മഗ്‌രിബ് നിസ്കാരവും ഓത്തുമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ടി വി കാണും. ടി വി കാണുന്നത് വേറൊന്നുമല്ല, കാർട്ടൂണാണേ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചായ ഇടാമെന്ന്. ചായ ഇപ്പോൾ എല്ലാ ദിവസവും ഞാനൊന്നും അല്ല ഇടുന്നത്, ഞാനോ സിസ്റ്ററോ ഉമ്മായോ അങ്ങനെ ചായയും പിന്നെ വേറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ക്യാഷ്യൂ കഴിക്കാമെന്ന്. അങ്ങനെ അതും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഒരു മഴക്കോളും വന്നേ, നന്നായിട്ട് മഴ പെയ്യുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഇല്ലേ, ചെറുതായിട്ടൊന്ന് ചാറിയതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. ഈ ചെടിയില്ലേ, ഇത് മൊത്തത്തിൽ പോയിട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ നിന്ന് മാറ്റണം. വളരെ കുറച്ച് സമയം മാത്രമേ മഴ പെയ്തോളെങ്കിലും നല്ല ഒരു മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്ററിൻ്റെ ഒരു ടോപ്പ് റീയടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്ത് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്ത് പോയ ഉമ്മായും അപ്പായും വന്നായിരുന്നു. അവർ ഹൽവ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്